ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾക്ക് കളമൊരുങ്ങുകയാണ്. ശക്തമായ രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് അണിയറയിൽ തുടക്കവുമായി. തെരഞ്ഞെടുപ്പാനന്തരം വലിയ മാറ്റങ്ങളാണ് ഇരു മുന്നണികളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഘടകകക്ഷികളുടെ ഇറങ്ങിപ്പോക്കും കടന്നുവരവും പുതിയ സമവാക്യങ്ങളും രചിക്കുകയാണ്. ബീഹാറിലെ രാഷ്ട്രീയ കരുനീക്കങ്ങൾ ശക്തി പകരുന്നത് ഇത്തരം സമവാക്യങ്ങൾക്ക് തന്നെയാണ്. ബീഹാർ മുഖ്യമന്ത്രിയും JDU അധ്യക്ഷനുമായ നിതീഷ് കുമാറിനെ വീണ്ടും ഒപ്പം കൂട്ടാൻ പ്രതിപക്ഷം നീക്കം നടത്തുന്നതായാണ് നിലവിലെ വിവരം. ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയും RJD മേധാവിയുമായ ലാലു പ്രസാദ് യാദവ് അടുത്തിടെ നടത്തിയ പരാമർശമാണ് ഇതിന് ആധാരം. നിതീഷ് കുമാറിനായി തങ്ങളുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്നാണ് ലാലു പ്രസാദ് പറഞ്ഞിരുന്നത്. എന്നാൽ ലാലു പ്രസാദിന്റെ ക്ഷണത്തെ തള്ളാനോ കൊള്ളാനോ നിതീഷ് കുമാർ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ലാലുവിന്റെ പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് കൈകൾ കൂപ്പി പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് മാത്രമാണ് നിതീഷ് കുമാർ മറുപടി പറഞ്ഞത്. ഇതാണ് ബീഹാർ രാഷ്ട്രീയം വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണോ എന്ന സംശയം ബലപ്പെടുത്തുന്നത്. നിതീഷ് കുമാറിനായി തങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു, അദ്ദേഹത്തിന്റെ ഗേറ്റുകളും തുറന്നിടണം. ഇത് ഇരുവശത്തുമുള്ള ആളുകളുടെ സഞ്ചാരം സുഗമമാക്കും എന്നായിരുന്നു ലാലു പ്രസാദ് യാദവ് ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞത്. ഇതിന് പിന്നാലെ ബീഹാറിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ബഡാഭായ് ചോട്ടാഭായ് എന്ന് വിളിക്കപ്പെടുന്ന രണ്ട് മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള മറ്റൊരു സഖ്യത്തിന്റെ സാധ്യതയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും പരന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ 2 തവണ RJDയും JDUവും തമ്മിൽ സഖ്യത്തിലായിട്ടുണ്ട്. 2024 വിശാല പ്രതിപക്ഷ ബ്ലോക്കായ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് ചുക്കാൻ പിടിച്ചതും നിതീഷ് കുമാറായിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നിതീഷ് കുമാർ NDA പാളയത്തിലേക്ക് മടങ്ങിപ്പോകുകയായിരുന്നു. JDUവിന്റെ കൂടി പിന്തുണയിലാണ് കേന്ദ്രത്തിൽ NDA അധികാര തുടർച്ച നേടിയത്. അതിനിടെ ലാലു പ്രസാദ് യാദവിന്റെ മകനും RJD നേതാവുമായ തേജസ്വി യാദവ് തന്റെ പിതാവിന്റെ പരാമർശങ്ങൾ മാധ്യമങ്ങളുടെ ജിജ്ഞാസ തൃപ്തിപ്പെടുത്താൻ നടത്തിയതാണെന്ന തരത്തിലാണ് പ്രതികരിച്ചത്. മാധ്യമങ്ങളുടെ ചോദ്യത്തോട് ഇതല്ലാതെ മറ്റെന്താണ് അദ്ദേഹം പറയുക എന്നും തേജസ്വി ചോദിക്കുന്നുണ്ട്. എന്നാൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ അന്ത്യത്തിന് പുതിയ വർഷം സാക്ഷ്യം വഹിക്കുമെന്ന് തേജസ്വി യാദവ് കൂട്ടിച്ചേർത്തുന്നു. അതേസമയം ലാലു പ്രസാദ് യാദവിന്റെ പരാമർശം കേന്ദ്രമന്ത്രിയും JDU നേതാവുമായ ലാലൻ സിംഗ് തള്ളുകയും ചെയ്തു. NDA ശക്തമാണ്, JDUവും BJPയും ഒരുമിച്ചാണ്, ആളുകൾക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ, ഇതൊരു സ്വതന്ത്ര രാജ്യമാണ് എന്നതായിരുന്നു ലാലൻ സിംഗിന്റെ പ്രതികരണം. എന്നാൽ അണിയറയിലെ നീക്കം ആദ്യം മണത്തറിഞ്ഞ BJP തന്ത്രപരമായി തന്നെയായിരുന്നു കരുക്കൾ നീക്കിയത്. നിതീഷ് കുമാറിന് നിറം മാറുന്നുവോ എന്ന് തോന്നിയതോടെ പഴയകാല സുഹൃത്തായ ആരിഫ് മുഹമ്മദ് ഖാനെ നിയമിച്ചിരിക്കുകയാണ് അമിത്ഷാ. കേരളത്തിൽ നിന്നും ആരിഫ് ബീഹാറിൽ എത്തിയത് മോദിയുടെ പ്രത്യേക ദൂതനായിട്ടാണ് എന്നതാണ് വിവരം. ആരിഫിന് ലഭിച്ചത് സ്ഥാനക്കയറ്റമാണെന്നും വിലയിരുത്തലുണ്ട്. കുറച്ചു കാലമായി അദ്ദേഹം തനിക്ക് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പദവി വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ സാഹചര്യം ഒത്തുവന്നതോടെ അതിന് അവസരം കേന്ദ്രം ഒരുക്കിയിരിക്കുകയാണ്. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും BJPയുടെ സഖ്യകക്ഷിയാണ് നിതീഷ് കുമാർ. എന്നാൽ എപ്പോഴും ചാഞ്ചാടുന്ന സ്വഭാവമുള്ള നിതീഷ് കുമാർ നിലപാടുകൾ മാറ്റിക്കഴിഞ്ഞാൽ അത് BJPക്ക് തന്നെ പണിയാകും. ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ ദൂതനായാണ് ആരിഫ് മുഹമ്മദ് ഖാനെ നിയമിക്കുന്നത്. ജനതാദൾ രാഷ്ട്രീയ കാലത്ത് ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് നിതീഷ് കുമാറും ആരിഫ് മുഹമ്മദ് ഖാനും. ബീഹാറിലെ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ സ്വാധീനവുമുണ്ട്. നിതീഷ് കുമാറിന് നിറം മാറുന്നുവോ എന്ന് തോന്നിയതോടെ പഴയകാല സുഹൃത്തായ ആരിഫ് മുഹമ്മദ് ഖാനെ നിയമിക്കാൻ അമിത്ഷാ നിർദ്ദേശിച്ചു എന്നാണ് സൂചനകൾ വരുന്നത്. കേരളത്തിൽ ഇടത് സർക്കാരുമായി ഏറ്റുമുട്ടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ട് പോയത് എങ്കിൽ ബീഹാറിൽ എന്താകും ലൈൻ എന്ന് അറിയേണ്ടതുണ്ട്. തുടക്കത്തിൽ നയതന്ത്ര വഴിയിൽ തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പെരുമാറിയിരുന്നത്. ബീഹാറിൽ ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപായി RJD നേതാവ് ലാലു പ്രസാദ് യാദവുമായുള്ള കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. ആവശ്യഘട്ടത്തിൽ RJD സഹായം BJP ഉറപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും സൂചനയുണ്ട്. 26 വർഷങ്ങൾക്ക് ശേഷം ബീഹാറിൽ ഗവർണറാകുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടയാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിൽ സ്വീകാര്യത നേടാനും ആരിഫ് മുഹമ്മദ് ഖാൻ വഴി BJP ശ്രമിക്കുമെന്നത് ഉറപ്പ് തന്നെയാണ്. അതേസമയം കോളിളക്കമുണ്ടാക്കിയ ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം രാജേന്ദ്ര ആർലേക്കർ കേരള ഗവർണറായി എത്തുമ്പോൾ ആശങ്കയൊഴിയാതെ നിൽക്കുകയാണ് കേരളത്തിലെ സർക്കാർ. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ സർവകലാശാല വിഷയങ്ങളിൽ നേരിട്ടിടപെട്ട ബീഹാർ സർക്കാരുമായി പോരടിച്ചാണ് ആർലേക്കറുടെ വരവ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ആശങ്കയ്ക്ക് വകയുണ്ട് താനും.